സോറി ഗൈസ്, വളരെ ചൂടുള്ള വാർത്തയായതുകൊണ്ട് തന്നെ ഇൻട്രോയും പരിപാടിയൊന്നും ഇല്ല. നമ്മൾ കാര്യത്തിലേക്ക് ഡയറക്റ്റ് കിടക്കണം. അപ്പൊ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ മിഖേൽ സ്റ്റാറെ പുറത്തായിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇതേ നാടകം പല തവണയായിട്ട് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അന്നൊക്കെ മാനേജ്മെന്റിന്റെ ആ തീരുമാനങ്ങൾ കണ്ട് നമ്മൾ ഫയർ ഇടുമായിരുന്നു. ഇത്തവണയും മാനേജ്മെന്റ് എടുത്ത ഈ തീരുമാനത്തിൽ എതിർപ്പൊന്നുമില്ല, പക്ഷെ ഫയർ ഇടുന്നില്ല. മാനേജ്മെന്റിന്റെ ആരാധകരുടെ ഇമോഷൻസ് വെറും കച്ചവടമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശബ്ദങ്ങൾ ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. എന്തോ കെട്ടിക്കിടക്കുന്ന ചിപ്സുകളൊന്നും വിറ്റുപോകാത്തതുകൊണ്ടാണോ, അതോ കോൺട്രാക്റ്റിലുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരാധകർ വന്ന് തെറി വിളിക്കുന്നതുകൊണ്ടാണോ എന്തോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു മാറ്റം നടത്തി. എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള താൽക്കാലിക പരിശീലന ചുമതല തോമസ് ഷോസും ടി.ജി. പുരുഷോത്തമൻ കോച്ചും കൂടെ വഹിക്കും. അധികം വൈകാതെ തന്നെ പുതിയൊരു പരിശീലകനെ മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്യും. എല്ലാം ശുഭം. സോ ടു ദ പീപ്പിൾ ഹു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പ്രോബ്ലം, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആവറേജ് സ്ക്വാഡ് മാത്രമാണ് ഉള്ളത്. വിറ്റൊഴിപ്പിച്ച താരങ്ങളുടെ പൈസ മുഴുവൻ പോക്കറ്റിലിട്ട് വേണ്ട പൊസിഷനിൽ വ്യക്തമായ റീപ്ലേസ്മെന്റ് ഇല്ലാതെ, കൃത്യമായ ബാക്കപ്പ് ഓപ്ഷൻ ഇല്ലാത്ത ഒരു ആവറേജ് സ്ക്വാഡ്. ഈ ഒരു സ്ക്വാഡിലേക്ക് മറ്റൊരു പരിശീലകനെ കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മാക്സിമം നമുക്കൊരു ടോപ്പ് 6 അഥവാ ഒരു പ്ലേ ഓഫ് വരെ നമുക്ക് ഗ്രാബ് ചെയ്യാനാവും. ആ ഒരു നിലവാരം പുലർത്തുന്ന സ്ക്വാഡ് നമുക്ക് ഇപ്പോഴുണ്ട്. പക്ഷേ ഈ സീസണിലും ഒരു കിരീടമില്ലാതെ നമ്മൾ ഇങ്ങനെ പോകും. കപ്പ് വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീം വേണമെങ്കിൽ അതേ മെന്റാലിറ്റി ഉള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് വേണം. കോച്ച് ആവശ്യപ്പെടുന്ന താരങ്ങളെ കൊടുക്കണം. കഴിഞ്ഞ മത്സരത്തിന് ശേഷം മോഹൻ ബഗാന്റെ ഓണർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത ഹോം മാച്ചിന് മോഹൻ ബഗാന്റെ ടിക്കറ്റ് ഫ്രീ ആണ് എന്ന്. അതായത് അവിടെയുള്ള ആരാധകർക്ക് സൗജന്യമായിട്ട് ആ കളി കാണാന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻ. ATK എന്ന് പറയുന്ന ക്ലബിലേക്ക് മോഹൻ ബഗാൻ ലയിച്ചതും പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയ കഥയൊക്കെ നമുക്കറിയാം. അത് ആ ക്ലബിന്റെ ഇമോഷൻ കൊണ്ട് സംഭവിച്ചതാണ്. അന്ന് ആ ആരാധകർ ശബ്ദമുയർത്തിയത് കൊണ്ട് സംഭവിച്ചതാണ്. സോ ആരാധകരുടെ ഇമോഷൻസിനെ ഒരു കച്ചവട കണ്ണിൽ കാണുമ്പോൾ ഇവിടെയും പ്രതിഷേധം ഉയർന്നിരിക്കണം. ഓക്കെ, സോ ഇനി ഈ മാനേജ്മെന്റിന് ഈ സീസണിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരാൻ പോകുന്നത് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ്. വിദേശ താരങ്ങളെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ പരസ്യത്തിൽ അഭിനയിക്കാനല്ലാതെ കൃത്യമായിട്ടുള്ള ഇന്ത്യൻ റീപ്ലേസ്മെന്റുകളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി നടത്തണം. ഐ മീൻ എക്സ്പീരിയൻസ്ഡ് വൺ. ഒരു മികച്ച റൈറ്റ് ബാക്കോ ഒരു DMF പോസ്റ്റിലും കളിക്കുന്ന പ്ലെയറോ നമുക്കില്ല. ഇനി നെക്സ്റ്റ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മാനേജ്മെന്റിന് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ പുള്ളിയെ തന്നെ ചിലപ്പോൾ കൊണ്ടുവരും. ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് ടു ഹൈഡ് മാനേജ്മെന്റ്സ് ഉടായ്പകൾ. കാരണം ഇവാനെ കൊണ്ടുവന്നതിനാൽ ആരാധകരുടെ വായി ഒരു പരിധിവരെയൊക്കെ അടപ്പിക്കാൻ പറ്റുമല്ലോ. ഇനി ഇവാൻ അല്ലെങ്കിൽ വേറെ ഏത് പരിശീലകൻ വന്നു കഴിഞ്ഞാലും ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുന്ന 3 മത്സരങ്ങൾ മുഹമ്മദൻ സസിക്കെതിരെയും ജംഷഡ്പൂരിനെതിരെയും പഞ്ചാബിനെതിരെയുമാണ്. ഒരു മിനിമം ക്വാളിറ്റി പുലർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 3 ടീമുകൾക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവും. അപ്പൊ നമ്മൾ വിചാരിക്കും കോച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായിരുന്നു. ആക്ച്വലി നോട്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ കണ്ട അതേ കഥയാണിത്. പക്ഷേ കോച്ചിനെ മാറ്റിയത് കൊണ്ട് നമുക്ക് ഇനി കപ്പ് കിട്ടാൻ പോകുന്നില്ല. വന്ന പരിശീലകരിൽ വ്യത്യസ്തനായി നിന്നത് ഇവാൻ വുക്കോമനോവിച്ച് മാത്രമാണ്. അതായത് അദ്ദേഹത്തിന് ഉള്ള റിസോഴ്സ് വെച്ച് എങ്ങനെ ഒരു മിനിമം ക്വാളിറ്റി പുലർത്തണം എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം അങ്ങേര് 3 സീസൺ ഇവിടെ പിടിച്ചു നിന്നു. മോഹൻ ബഗാനെയും മുംബൈ സിറ്റി എഫ്സിയൊക്കെ നോക്കൂ. എങ്ങനെയാണ് അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫുട്ബോളിന് ഇത്രയും വളക്കൂറുള്ള മണ്ണായ കേരളത്തിൽ എന്തുകൊണ്ട് അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല? അവിടെ നിന്നാണ് നമ്മുടെ ചോദ്യം ആരംഭിക്കുന്നത്. എന്തായാലും സീസൺ അവസാനിക്കുന്നതോടുകൂടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കാരോളിസ് കിംഗിസിനെ കൂടെ പുറത്താക്കും എന്നൊരു റൂമറോടെ കേൾക്കുന്നുണ്ട്. അറിയില്ല. അങ്ങനെ ഒരു ഡിസിഷൻ മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ മാനേജ്മെന്റ് കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സ്റ്റാറെ പുറത്താക്കിയത് കൊണ്ട് ആരാധകരുടെ കണ്ണിൽ പൊടിയെടുത്ത് നടക്കില്ല. തീർച്ചയായിട്ടും ഇനിയും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ അപ്കമിംഗ് അപ്ഡേറ്റ്സ്. എന്തായാലും ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. കമന്റ് ബോക്സിലേക്ക് വരും, നമുക്ക് അവിടെ കാണാം. ബൈ.